നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ബയോമെട്രിക് സംവിധാനം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് റേഷൻ കടകളിലെ ഇടപാടുകൾ അഴിമതിരഹിതമായെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലെ ചില റേഷൻ കടകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയോടെ ഈ ധാരണ തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി 14 NFSA ഗോഡൌണുകളിലും 53 റേഷൻ കടകളിലും നടന്ന പരിശോധനയിൽ 18 ലക്ഷം രൂപയുടെ അനധികൃത ഇടപാടുകളാണ് കണ്ടെത്തിയത്. കരിഞ്ചന്തയിൽ അരി വാങ്ങാനെന്ന വ്യാജേന നടത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് റേഷൻ സാധനങ്ങൾ മറച്ചു വിൽക്കാനും റേഷൻ ലൈസൻസി തയ്യാറായി. റേഷൻ ധാന്യങ്ങളിൽ നല്ലൊരു പങ്കും യഥാർത്ഥ അവകാശികളിലേക്ക് എത്താതെ വഴിമാറി പോവുകയാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമായാണ് സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം വിലയിരുത്തപ്പെട്ടിരുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ റേഷൻ കാർഡുകൾ വഴി സൗജന്യമായും കുറഞ്ഞ വിലയിലും ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്ന ഈ സംവിധാനം കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇടക്കാലത്ത് റേഷൻ കടകളിലും വൻതോതിൽ അനധികൃത ഇടപാടുകളും വെട്ടിപ്പുകളും നടക്കുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഡിജിറ്റൽ സംവിധാനങ്ങളും ബയോമെട്രിക് ഇംപോസ് മെഷീനുകളും ഏർപ്പെടുത്തിയത്. ഉപഭോക്താവിന്റെ വിരലടയാളം പതിഞ്ഞാൽ മാത്രമേ ധാന്യങ്ങൾ വിതരണം ചെയ്യാവൂ എന്ന നിഷ്കർഷയോടെ നടപ്പിലാക്കിയ ഈ സംവിധാനങ്ങൾ നിലനിൽക്കെ തന്നെ വെട്ടിപ്പുകളും അനധികൃത ഇടപാടുകളും ഇപ്പോഴും വ്യാപകം. വിരലടയാളം കൃത്യമായി ലഭിക്കാൻ പ്രയാസമുള്ള അതിവയോധികർക്കും കിടപ്പ് രോഗികൾക്കും ഏർപ്പെടുത്തിയ OTPയും നോമിനി വ്യവസ്ഥയുമാണ് അഴിമതിക്ക് ചില റേഷൻ വ്യാപാരികൾ അവലംബിക്കുന്ന ഒരു മാർഗം. കാർഡുടമകൾ അറിയാതെ റേഷൻ കടക്കാർ അവരുടെ പേരിൽ വ്യാജ നോമിനികളെ ചമയ്ക്കുകയോ സിസ്റ്റത്തിലെ ചില സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് വിരലടയാളം ഇല്ലാതെ തന്നെ സാധനങ്ങൾ മാറ്റിവെക്കുകയോ ചെയ്യുന്നു. സ്ഥിരമായി റേഷൻ വാങ്ങാത്തവരുടെയോ മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റിയവരുടെയോ പേരിലും വ്യാജ ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഡിജിറ്റൽ മെഷീനിൽ അടയാളപ്പെടുത്തുന്ന അളവും ഉപഭോക്താവിന് നൽകുന്ന അളവും തമ്മിലുള്ള വ്യത്യാസമാണ് മറ്റൊരു തട്ടിപ്പ്. ഒരു റേഷൻ കാർഡിന് അർഹതപ്പെട്ട ധാന്യം മുഴുവൻ ഇപോസ് മെഷീനിൽ ബില്ല് ചെയ്ത ശേഷം ഉപഭോക്താവിന് അളവ് കുറച്ചു നൽകുന്നു. 30 കിലോ ധാന്യത്തിന് അർഹതയുള്ള ഒരു ഉപഭോക്താവിന് 25 കിലോ അരിയായിരിക്കും നൽകുന്നത്. സാധാരണക്കാർ ഇപോസ് മെഷീനിൽ രേഖപ്പെടുത്തിയ അളവ് എത്രയെന്ന് ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ പലരിൽ നിന്നും വെട്ടിച്ചുണ്ടാക്കുന്ന ധാന്യം പിന്നീട് ചാക്കുകണക്കിന് കരിഞ്ചന്തയിലേക്ക് പോകുന്നു. നിർധനരായ കുടുംബങ്ങൾ സാമ്പത്തിക പരാധീനത മൂലം കാർഡുകൾ റേഷൻ കടകളിൽ പണയം വെക്കുന്ന സമ്പ്രദായമുണ്ട് ചിലയിടങ്ങളിൽ. ഇതും ഒരു ചൂഷണ മാർഗമാണ്. കാർഡുടമകൾ എല്ലാ മാസവും കടകളിലെത്തി വിരലടയാളം പതിച്ചു നൽകുമെങ്കിലും ധാന്യങ്ങൾ വാങ്ങാതെ റേഷൻ കടക്കാരൻ നൽകുന്ന നിസ്സാര തുക വാങ്ങി മടങ്ങും. ഇവിടെ വിരലടയാളവും ബില്ലിങ്ങും ഡിജിറ്റലായി കൃത്യമായിരിക്കുമെങ്കിലും ആ സാധനങ്ങൾ പിന്നീട് വ്യാപാരികൾ കരിഞ്ചന്തയിലേക്ക് മറിക്കുകയാണ്. സിവിൽ സപ്ലൈസ് ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു തട്ടിപ്പ്. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങളിലെ GPS സംവിധാനം ബോധപൂർവം പ്രവർത്തനരഹിതമാക്കിയോ അനധികൃതമായ വാഹനങ്ങൾ ഉപയോഗിച്ചോ റേഷൻ സാധനങ്ങൾ സ്വകാര്യ മില്ലുകളിലേക്കോ വ്യാപാര സ്ഥാപനങ്ങളിലേക്കോ മാറ്റുന്ന ഈ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അരങ്ങേറുന്നത്. ഇവിടെ ഗോഡൌണിൽ നിന്ന് പുറപ്പെടുന്ന കൃത്യമായ അളവിലുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിയില്ലെങ്കിലും വ്യാപാരികൾ ബില്ലുകളിൽ കൃത്രിമം കാണിച്ച് അളവ് കൃത്യമാണെന്ന് വരുത്തി തീർക്കുന്നു. ഈ തട്ടിപ്പും വെട്ടിപ്പും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബയോമെട്രിക് പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കുക, റേഷൻ ഇടപാടുകളുടെ വിവരങ്ങൾ മൊബൈൽ വഴി ഉപഭോക്താവിന് തത്സമയം ലഭ്യമാക്കുക, GPS അധിഷ്ഠിത ഗതാഗത നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപഭോക്തൃ സംഘടനകളും കുടുംബശ്രീയും ചേർന്ന് റേഷൻ കടകളിൽ സാമൂഹിക ഓഡിറ്റ് നടത്തുക തുടങ്ങിയവയാണ് വെട്ടിപ്പും ക്രമക്കേടും തടയാൻ നിർദ്ദേശിക്കപ്പെടുന്ന മാർഗങ്ങൾ. അഴിമതിക്കാരായ വ്യാപാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. സർക്കാർ നൽകുന്ന സബ്സിഡി കൊണ്ടാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ സൗജന്യമായും വില കുറച്ചും നൽകുന്നത്. അത് കവർന്നെടുക്കുന്നത് പൊതുപണത്തിന്റെ കൊള്ള മാത്രമല്ല, ദുർബല വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കലുമാണ്. അത്തരക്കാരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. ഇതോടൊപ്പം കമ്മീഷൻ തുകയിലെ അപര്യാപ്തത, അടിസ്ഥാന സൗകര്യക്കുറവ് തുടങ്ങി റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം. നിയമലംഘകരെ ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് പരമാവധി പിന്തുണ നൽകുകയും വേണം.